ഹായ് ഓൾ, വെൽക്കം ടു ദി ക്ലാസ്. ഇന്ന് നമ്മൾ പുതിയ ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. അത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ ക്ലാസ് എല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG കോഴ്സുകളുടെ ബേസ് ചെയ്തുകൊണ്ടാണ്, അതിൻ്റെ കോണ്ടന്റുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സോ മറ്റൊരുപാട് പ്രോബ്ലം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സിലബസിൽ നിന്ന്, ഈ ക്ലാസ്സുകളുടെ സിലബസിൽ നിന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് എടുക്കാനുള്ളൊരു മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ കോൺസെപ്റ്റ് എന്താ എന്നുള്ളതും അതുപോലെ അതിലുള്ള മെയിൻ പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതിൻ്റെ തിയറി പാർട്ടുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല ഒരു ക്ലാസ്സുകളിൽ. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്കറിയാം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന്. ഒരു ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ പേരിൽ തന്നെയുണ്ട് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന്. വർക്കിംഗ് ക്യാപിറ്റൽ, വർക്ക് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന ക്യാപിറ്റൽ അല്ലേ. അതായത് ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായി വരുന്ന ഫണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിക്വയർഡ് ഡേ ടു ഡേ വർക്കിംഗ്, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കൂ. ഫണ്ട് വിച്ച് കമ്പനി മസ്റ്റ് പ്രോസസ് ഇറ്റ്സ് ഡെയിലി ഓപ്പറേഷൻസ്. ഒരു ബിസിനസ്സിൻ്റെ ഡെയിലി ഓപ്പറേഷൻസിന് നിർബന്ധമായും ഒരു ബിസിനസ് ഹോൾഡ് ചെയ്യേണ്ട, പ്രോസസ് ചെയ്യേണ്ട ഒരു ഫണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ഓപ്പറേഷന് അത്യാവശ്യമായി വരുന്ന ഫണ്ടായതുകൊണ്ട് തന്നെ ഇത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്നും, ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ എന്നും, റിവോൾവിംഗ് ക്യാപിറ്റൽ എന്നും, ഓക്കെ, ഇങ്ങനെ ഒരുപാട് പേരിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഞാനതിൻ്റെ കൺസെപ്റ്റിലേക്കും അതിൻ്റെ തിയറി പാർട്ടിലേക്കും അധികം കടക്കുന്നില്ല. ദെൻ വർക്കിംഗ് ക്യാപിറ്റലിന് പ്രധാനമായും രണ്ട് കൺസെപ്റ്റുകൾ പറയാറുണ്ട്. ഒന്ന് ഗ്രോസ് കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിലെ കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റിനെ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായി വരുന്നത് എപ്പോഴും കറണ്ട് അസറ്റുകൾ, ഇതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് ഗ്രോസ് കൺസെപ്റ്റിൽ പറയുന്നത്. ചിലപ്പോൾ നെറ്റ് കൺസെപ്റ്റിൽ പറയാറുണ്ട്. എന്ന് വെച്ചാൽ നെറ്റ് കൺസെപ്റ്റ് പ്രകാരം ഒരു കറണ്ട് അസറ്റിൽ നിന്ന് അതിൻ്റെ കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാൽ കിട്ടുന്നത് എന്താണോ അതാണ് നെറ്റ് കൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു. ദെൻ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായിരിക്കുന്ന ഫണ്ടാണ്. ഈ ഫണ്ട് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഒരുപാട് മെത്തേഡ് ഉണ്ട്. പ്രധാനമായും രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്ന് നെറ്റ് കറണ്ട് അസറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ്. നെറ്റ് കറണ്ട് അസറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്. രണ്ടാമത്തേത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡാണ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്. ആദ്യത്തെ നമുക്ക് നോക്കാം. നെറ്റ് കറണ്ട് അസറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്. നെറ്റ് കറണ്ട് അസറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് പ്രകാരം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യം നോക്കണം. വെദർ യുവർ ബിസിനസ് ഈസ് എ ട്രേഡിംഗ് or it's a manufacturing unit. മാനുഫാക്ചറിങ് യൂണിറ്റ്, നിങ്ങളുടെ ബിസിനസ് ഒരു ട്രേഡിംഗ് കൺസേൺ ആണോ അതല്ല ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇനി നിങ്ങളുടെ ബിസിനസ് ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ ആദ്യം കറണ്ട് അസറ്റ് നമ്മൾ എഴുതുന്നു. ദെൻ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി എഴുതുന്നു. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചതിന് ശേഷം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നു. ദെൻ അതിലേക്ക് നമ്മൾ ഒരു കണ്ടിജൻസിയുടെ പെർസെൻറ്റേജ്, എ പ്രൊവിഷൻ ഫോർ കണ്ടിജൻസി, നമ്മുടെ ഭാവിയിൽ വരുന്ന അൺസർട്ടേണിറ്റിക്ക് വേണ്ടി കുറച്ച് പണം നീക്കി വയ്ക്കുന്നതും കൂടി ആഡ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നമുക്ക് ആവശ്യമായ റിക്വയർഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ കറണ്ട് അസറ്റ് എഴുതുന്നു, കറണ്ട് ലയബിലിറ്റി എഴുതുന്നു, കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുന്നു. ഓക്കെ, ദെൻ ഈ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കറണ്ട് അസറ്റ് എന്ന് കിട്ടും അല്ലേ. ദെൻ അല്ലെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കിട്ടും. ഇതിലേക്ക് നിങ്ങൾ ഒരു പ്രൊവിഷൻ ഫോർ കണ്ടിജൻസി, ഭാവിയിലെ
നിങ്ങൾ അസർട്ടൈൻ ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വന്നാൽ കുറച്ചും കൂടി പണം ആവശ്യമായി വരും. ആ ഒരു കണ്ടിജൻസി മുന്നിൽ കണ്ടുകൊണ്ട് അതിലേക്കും കൂടി കുറച്ച് പണം നീക്കി വെക്കുക. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിക്വയർഡ് വർക്കിംഗ് ക്യാപിറ്റൽ അതായിരിക്കും. ഓക്കെ, ഞാനൊന്ന് എഴുതാൻ നോക്കൂ. ട്രേഡിംഗ് കൺസേൺ ആണ്. ട്രേഡിംഗ്, യുവർ ബിസിനസ്, സപ്പോസ് യുവർ ബിസിനസ് ഈസ് ട്രേഡിംഗ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റിൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ വരും? ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, then അഡ്വാൻസ് പേയ്മെൻറ്റ് നിങ്ങൾക്കറിയുന്ന എല്ലാ കറണ്ട് അസറ്റുകളും അഡ്വാൻസ് പേയ്മെൻറ്റ്. ഓക്കെ, ദെൻ അതേഴ്സ്, മറ്റ് കറണ്ട് അസറ്റുകളെല്ലാം. ദെൻ ടോട്ടൽ ചെയ്യുന്നു നമ്മൾ, എന്നിട്ട് ടോട്ടൽ ചെയ്തിട്ട് ഇങ്ങോട്ട് എഴുതുന്നു. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഇതിന് നമുക്ക് എ എന്ന് കൊടുക്കാം. രണ്ടാമത്തത് ബി, കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിയിൽ എന്തൊക്കെ വരും? ക്രെഡിറ്റേഴ്സ് വരും, അതേപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വരും. അതേഴ്സ്, വേറെ എന്തെങ്കിലും കറണ്ട് ലയബിലിറ്റീസുകൾ ഉണ്ടെങ്കിൽ അത് ടോട്ടൽ ചെയ്യാം, ഇങ്ങോട്ട് എഴുതാം. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ, അതിൽ എഴുതാം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി, അതായത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ദെൻ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കും, അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ആഡ്, അതിലേക്ക് എന്ത് ആഡ് ചെയ്യുക? ആഡ് പ്രൊവിഷൻ ഫോർ കണ്ടിജൻസിയുടെ ഒരു എമൗണ്ട് ആഡ് ചെയ്യാം. ദെൻ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും പ്രൊവിഷൻ ഫോർ കണ്ടിജൻസിയുടെ ഒരു എമൗണ്ട്, അത് അതിലേക്ക് ആഡ് ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് എന്തത്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ അതായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. ഓക്കെ, ഇതാണ് ഒരു ഒരു ട്രേഡിംഗ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് കറണ്ട് അസറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് പ്രകാരം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ, റിക്വയർഡ് വർക്കിംഗ് ക്യാപിറ്റൽ കാണുന്നത് ഇതുപോലെയാണ്. ഓക്കെ, ഇനി മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിലോ, അതൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആകുമ്പോൾ നമ്മളവിടെ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിനെ പരിഗണിക്കേണ്ടതില്ല ബിസിനസ്സിന്. അപ്പം നമുക്കതിൻ്റെ ആശയം കറക്റ്റായി കിട്ടും. എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ബിസിനസ്സിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റോ മെറ്റീരിയൽ വാങ്ങുന്നു. ഈ റോ മെറ്റീരിയൽ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഡെപ്റ്റേഴ്സ് വാങ്ങിയിട്ട് ക്യാഷായി മാറുന്നു. അല്ലെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യുന്നു? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ക്യാഷായി മാറുന്നു. അറിയാം, ആദ്യം ബിസിനസ്സിൽ ക്യാഷ് ഇറക്കിയിട്ട് നമ്മൾ റോ മെറ്റീരിയൽ ചെയ്യുന്നു. റോ മെറ്റീരിയൽ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട്, അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ബിസിനസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് അവസാനം അതെന്ത് ചെയ്യും? ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി മാറും. ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ നേരിട്ട് ക്യാഷാക്കി മാറ്റും. അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് കടത്തിന് ആ സാധനം വാങ്ങും. പിന്നീട് നമുക്കത് അവരെന്ത് ചെയ്യും? ക്യാഷായി തിരിച്ചു തരും. അപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ആകുമ്പോൾ ഈ പ്രോസസ്സിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ ഇവിടെ
ഓരോ പ്രോസസ്സിലും എത്രയാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരിക എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് ആവശ്യമുള്ളതെന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. മറ്റേത് നമുക്ക് വളരെ ഈസി ആയതുകൊണ്ട് അതിൽ കൂടുതൽ പ്രോബ്ലം നമ്മൾ ട്രേഡിംഗ് കൺസേണിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, മാനുഫാക്ചറിങ് യൂണിറ്റ്. മാനുഫാക്ചറിങ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യം വേണ്ടത് എന്താണ്? സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആണ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അവർക്ക് റോ മെറ്റീരിയൽ ഉണ്ടോ, ഈ റോ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി വരുന്ന ചിലവ്. അത് ചിലപ്പോൾ ചില ബിസിനസ് എന്ത് ചെയ്യും, കുറേ റോ മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഒരു 2 മാസമോ 3 മാസമോ കഴിഞ്ഞിട്ട് മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ചിലപ്പോൾ പ്രോസസ്സ് ചെയ്യുള്ളൂ. കുറേ റോ മെറ്റീരിയൽ വാങ്ങി സ്റ്റോക്കാക്കി മാറ്റും. അപ്പം അവർ എത്രയാണ് റോ മെറ്റീരിയൽ വാങ്ങുന്നത്, അത് എത്ര മാസമാണോ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അത്രയും മാസം നമ്മളെ കയ്യിൽ എന്ത് ചെയ്യണം, വേറെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കാണണം. കാരണം അത് ക്യാഷാക്കി റോ മെറ്റീരിയൽ വാങ്ങി ഫിനിഷ്ഡ് ആക്കി ഡെപ്റ്റേഴ്സിൽ നിന്ന് വന്ന് ഇത്രയും സമയം എടുക്കും നമ്മൾ, അല്ലേ, ഇത്രയും ടൈം എടുക്കും നമുക്ക്. അപ്പോൾ ഇത്രയും സമയത്തേക്കുള്ള എന്ത് കാണണം, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ, ആവശ്യമായ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയലിൻ്റെ സ്റ്റേജാണ്. ഈ റോ മെറ്റീരിയൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ചില ബിസിനസ് 2 മാസം, ചില ബിസിനസ് 3, ചിലത് 4, ഇങ്ങനെ കുറച്ച് കാലത്തേക്ക് അവരെന്ത് ചെയ്യും, റോ മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ആ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന അത്രയും എന്ത് വേണം നമുക്ക്, എത്ര മാസത്തേക്കാണ് അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അത്രയും മാസത്തേക്കുള്ള എന്ത് കാണണം, പിന്നെ റോ മെറ്റീരിയലിനുള്ള എമൗണ്ട് നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഫോർ ദി മന്ത് കൺസപ്ഷൻ, ഫോർ ദി ഡാഷ് മന്ത്, എത്ര മാസമാണോ അത്ര ഡാഷ് മന്ത് കൺസപ്ഷൻ, ഡാഷ് മന്ത് കൺസപ്ഷൻ. ഓക്കെ, ദെൻ ഇനി റോ മെറ്റീരിയൽ നമുക്ക് എത്ര മാസത്തേക്കാണോ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അത്ര. ദെൻ അത് പിന്നെ എന്ത് ചെയ്യും, വർക്ക് ഇൻ പ്രോഗ്രസ് ആവും. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഇതിനെടുക്കുന്ന സമയം സ്റ്റോക്ക് ചെയ്ത് വെച്ചു, ആ സ്റ്റോക്ക് ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി വരുന്നവരെയുള്ള ഈ സമയം, അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമുക്ക് എന്ത് വരും, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ സമയത്ത് നമുക്ക് എന്തിനൊക്കെയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും, ഇവിടെ ആൾക്കാർ ജോലി ചെയ്താൽ മാത്രമേ അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റൂ, അല്ലേ. അപ്പം അവിടെ എന്ത് വരുന്നുണ്ട്, മെറ്റീരിയൽ ചാർജ് വരുന്നുണ്ട്. ദെൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ലേബർ ചാർജ് വരുന്നുണ്ട്. പിന്നെ എന്തുണ്ട്, മറ്റു ഓവർ ഹെഡ് എക്സ്പെൻസുകളും കൂടി വരുന്നുണ്ട്, ഓക്കെ. മെറ്റീരിയൽ ചാർജ്, ദെൻ ലേബർ ചാർജ്, ദെൻ മറ്റു ഓവർ ഹെഡ് എക്സ്പെൻസുകൾ വരുന്നുണ്ട്. ദെൻ ടോട്ടൽ ചെയ്യാം, അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും. ശരി, ഇനി ഇത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റാക്കി മാറ്റി. നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റാക്കി മാറ്റുന്ന ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനും എന്തുണ്ടാവും, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഇതിങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റേജിലും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കാണണം. ദെൻ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്തി. ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ഈ ചിലവുകൾ നമുക്ക് എന്തായാലും വരുമല്ലോ. മെറ്റീരിയൽ ചാർജ് വരും. ഓക്കെ, മെറ്റീരിയൽ ചാർജ് വരും. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എത്തുമ്പോൾ ലേബർ ചാർജ് വരും. ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേനും ലേബർ ചാർജ് വരും. മറ്റു ഓവർ ഹെഡ് എക്സ്പെൻസുകളും വരും. ദെൻ മെറ്റീരിയൽ, ലേബർ, ദെൻ ഓവർ ഹെഡ് എക്സ്പെൻസുകൾ ടോട്ടൽ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് നേരിട്ട് ക്യാഷ് ആവുകയാണെങ്കിൽ ഓക്കെ. ചിലതെന്ത് ചെയ്യും, അടുത്ത സ്റ്റേജിലേക്ക് പോകും, ഡെപ്റ്റേഴ്സിലേക്ക് പോകും, അല്ലേ. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ സമയത്തും സൺട്രി
സൺട്രി ഡെപ്റ്റേഴ്സിലേക്ക് പോകുമ്പോഴും നമുക്ക് അപ്പോഴും ഇതേ എക്സ്പെൻസ് നമുക്ക് അവിടെ വരുന്നുണ്ട് അല്ലേ. ഡെപ്റ്റേഴ്സിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനും എന്തെല്ലാം വരുന്നുണ്ട്? മെറ്റീരിയൽ ചാർജ് വരുന്നുണ്ട്, ലേബർ ചാർജ് വരുന്നുണ്ട്, അതേപോലെ ഓവർ ഹെഡ് ചാർജുകൾ വരുന്നുണ്ട്. ലേബർ ചാർജ്, ദെൻ ഓവർ ഹെഡ് ചാർജുകൾ വരുന്നുണ്ട്. ടോട്ടൽ ചെയ്യുക, അങ്ങോട്ട് എഴുതുക. അപ്പോൾ സ്റ്റോക്കിൻ്റെ കാര്യത്തിലുള്ള ഇത് നമ്മളിത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റോക്കിനെയും ഡെപ്റ്റേഴ്സിനെയും ഇവിടെ കൺസിഡർ ചെയ്തു. അതേപോലെ എന്തുണ്ടാവും ഇവിടെ? ക്യാഷിലെ 2 വർക്കിംഗ് പ്രോഗ്രസ്, 3 ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, 4 സൺട്രി ഡെപ്റ്റേഴ്സ്, 5 ക്യാഷ് വരും. ക്യാഷിലെ നിലവിലുള്ള ക്യാഷ് എത്രയാണോ ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത് അത്രയും ക്യാഷ് നമുക്ക് ആവശ്യമായി വരും. ദെൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ് പേയ്മെൻറ്റ് അതിന് അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്താൻ എത്രയാണോ ക്യാഷ് അത് ആവശ്യമായിട്ട് വരും. അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ ക്യാഷ്. മറ്റെന്തെങ്കിലും അതർ അസറ്റ് ഇതാണ് നമുക്ക് ടോട്ടൽ അസറ്റ് വരുന്നത് ഇത്രയാണ്. ഓക്കെ, നമുക്ക് വരുന്ന ടോട്ടൽ അസറ്റ് ഇത്രയാണ്. ദെൻ ഒന്നുകൂടി ഞാൻ പറയാം, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മളിവിടെ റോ മെറ്റീരിയൽ എത്രയാണോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ആ റോ മെറ്റീരിയലിനുള്ള ചാർജ് വരും. അപ്പോൾ ഒരു സംശയം, ഈ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ അവിടെ എന്തുകൊണ്ടാണ് ഈ മെറ്റീരിയലോ ലേബറോ ഓവർ ഹെഡോ വരാത്തത്? നമ്മൾ റോ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ലേബർ ചാർജ് വരില്ല, ഓവർ ഹെഡ് ചാർജും വരില്ല അല്ലേ. അത് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, ലേബറിൻ്റെയും ഓവർ ഹെഡിൻ്റെയും ചാർജ് വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും. ദെൻ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ സമയത്ത് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ഇത്രയും വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായിട്ട് വരും. ദെൻ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിരിക്കുന്നതിൽ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്നതിലും മെറ്റീരിയലിനും ലേബറിൻ്റെയും ഓവർ ഹെഡും നമുക്ക് എന്ത് ചെയ്യും, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ദെൻ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ഇവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യും, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുമ്പോഴും അതേപോലെ ഡെപ്റ്റേഴ്സിലേക്ക് പോകുമ്പോഴും വർക്കിംഗ് പ്രോഗ്രസിൻ്റെ സമയത്തും ഈ 3 ചാർജുകൾ, മെറ്റീരിയൽ ചാർജ്, ലേബർ ചാർജ്, ഓവർ ഹെഡ് ചാർജ്, ഈ 3 ചാർജുകൾ നമുക്ക് വരുന്നുണ്ട്. ദെൻ അത്രയും ആവശ്യമായിട്ട് വരും. പ്ലസ് മറ്റു അസറ്റുകൾ, ക്യാഷ്, അഡ്വാൻസ് പേയ്മെൻറ്റ്, അതർ അസറ്റ്, ഇത്രയും അസറ്റുകളാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയും അസറ്റുകൾക്ക് ആവശ്യമായ ഇതാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ദെൻ ഇനി അപ്പോൾ നമുക്ക് ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ അസറ്റ് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ കറണ്ട് അസറ്റ് കിട്ടും. ഈ ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്ന് നമ്മൾ കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്യുക, ലയബിലിറ്റി ലെസ് ചെയ്യുക. വരും അല്ലേ, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, മറ്റ് എക്സ്പെൻസുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം എക്സ്പെൻസുകൾ. ദെൻ നമ്മൾ മുകളിൽ എഴുതിയിട്ടുള്ള കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കും. അപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. വേണമെങ്കിൽ അസറ്റിന് എയും കറണ്ട് ലയബിലിറ്റിക്ക് ബിയും കൊടുക്കാം. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്തത് ആഡ്, അതിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആഡ് പ്രൊവിഷൻ ഫോർ കണ്ടിജൻസി. ഒരു കണ്ടിജൻസിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് നീക്കി വെക്കും. ഓക്കെ, അതിനും കൂടിയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കാണണം. പ്രൊവിഷൻ ഫോർ കണ്ടിജൻസിക്കുള്ള എമൗണ്ട്. സോ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്, ഇത്രയും വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം.
ക്വസ്റ്റ്യൻ ഇതാണ്. ഓൺ 1st January 2020, the board of directors of X Limited decided to know the amount of working capital that will be required to meet the program they have planned for the year. അതായത് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവർക്ക് ആവശ്യമായി വരുന്ന അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിന് ആവശ്യമായി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് അവർക്കറിയണം. ദെൻ പിന്നീട് പറഞ്ഞിരിക്കുന്നു, നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ 2 lakh, 8% ഡിബഞ്ചർ 50,000, ഫിക്സ്ഡ് അസറ്റ് ആസ് ഓൺ 1st January 1,25,000. അതായത് നമ്മൾ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തതിന് നമ്മുടെ കയ്യിൽ 2 ലക്ഷം രൂപയുണ്ട്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിന് 50,000 രൂപയുണ്ട്, ദെൻ പിന്നെ 1,25,000 രൂപയുടെ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ വാങ്ങിയിട്ടുമുണ്ട്. ദെൻ പിന്നീടോ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ വാസ് 60,000 യൂണിറ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ടു മെയിൻറ്റെയിൻ ദി സെയിം ഡ്യൂറിങ് 2020. അതായത് പ്രീവിയസ് ഇയറിൽ 60,000 യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതേ യൂണിറ്റ് തന്നെ നമ്മൾ ഈ വർഷവും പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ദ എക്സ്പെക്റ്റഡ് റേഷ്യോ ഓഫ് ദി കോസ്റ്റ് ടു സെല്ലിംഗ് പ്രൈസ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കോസ്റ്റ് എത്രയാണെന്നല്ല, സെല്ലിംഗ് പ്രൈസിൻ്റെ എത്ര ശതമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് റോ മെറ്റീരിയൽ ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ 60%, ഡയറക്റ്റ് വേജ് ആണെങ്കിൽ 10%, മറ്റ് ഓവർഹെഡ് എക്സ്പെൻസുകളാണെങ്കിൽ 20% നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവെന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നു ഫ്രം ഫർദർ ഇൻഫർമേഷൻ ആർ അവൈലബിൾ. മറ്റു ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുന്നത് റോ മെറ്റീരിയൽ ആർ എക്സ്പെക്റ്റഡ് ടു റിമൈൻ ഇൻ ദി സ്റ്റോർ ഓൺ ആൻ ആവറേജ് ഓഫ് 2 months ബിഫോർ ഇഷ്യൂ ടു പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ വാങ്ങിയിരിക്കുന്ന റോ മെറ്റീരിയൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും, നമ്മുടെ സ്റ്റോറിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. എത്രയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്? 2 months ആണ്. ഓൺ ആവറേജ് ഓഫ് 2 months ആണ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. പിന്നീട് പറഞ്ഞിരിക്കുന്നു ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി പ്രോസസ് ഫോർ 1 month. എല്ലാ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനും 1 month എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചിലവാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സൈക്കിൾ അറിയാം, നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? റോ മെറ്റീരിയൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാഷ്, നമ്മുടെ ക്യാഷ് അത് പിന്നെ റോ മെറ്റീരിയൽ ആവുകയും റോ മെറ്റീരിയൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട്, അതായത് അതിന് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്, വർക്ക് ചെയ്തുകൊണ്ട് അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റാക്കി മാറുകയും ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഡെപ്റ്റേഴ്സിലേക്ക് അത് നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്ന ആൾക്കാരാണ് ഡെപ്റ്റേഴ്സ്. ആ ഡെപ്റ്റേഴ്സിൽ നിന്ന് തിരിച്ച് ക്യാഷായി വരാൻ എടുക്കുന്ന സമയം അല്ലേ? റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവാനും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഡെപ്റ്റേഴ്സ് ആവാനും ഡെപ്റ്റേഴ്സ് ക്യാഷായി മാറാനും ഈ എടുക്കുന്ന സമയം. ഓക്കെ. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, പിന്നെ അതാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ 2 months ആണ് എന്ത് പറയുന്നത്, റോ മെറ്റീരിയൽ വാങ്ങി സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഇൻ പ്രോസസ് ഓഫ് 1 month. ഓരോ യൂണിറ്റും 1 month പ്രോസസ്സിന് എടുക്കും. ദെൻ രണ്ടാമത്തതോ ഫിനിഷ്ഡ് ഗുഡ്സ് വിൽ സ്റ്റേ ഇൻ വെയർ ഹൗസ് അവൈറ്റിംഗ് ഫ്രോം ദി ഡിസ്പാച്ചൽ ടു ദി കസ്റ്റമേഴ്സ് അപ്രോക്സിമേറ്റ്ലി 3 months. അതായത് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് പിന്നെ എത്രയാണ് എടുക്കുന്നത്? 3 months എടുക്കുന്നുണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സ് 3 months എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അത് പിന്നെ ഫിനിഷ്ഡ് ആയതിനു ശേഷം 3 months സ്റ്റോക്ക് ചെയ്തതിന് ശേഷമാണ് ഡെപ്റ്റേഴ്സിലേക്ക്, നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് പോകുന്നത്. ദെൻ ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ് 2 months ആണ്. ക്രെഡിറ്റേഴ്സ് അലൗഡ് ചെയ്തതാണ്. നമുക്ക് മെറ്റീരിയൽ തരുന്ന ആൾക്കാർ നമുക്ക് 2 മാസം അനുവദിച്ചിട്ടുണ്ട്.
ഗിവൺ ബൈ ഡെപ്റ്റേഴ്സ് എത്രയാണ് തന്നിരിക്കുന്നത്? 3 മന്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഏതാണ് ക്യാഷ്, ദെൻ റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങി, ദെൻ ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങി, റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ആയി മാറി, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ്. ദെൻ ഫിനിഷ്ഡ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് ഡെപ്റ്റേഴ്സായി മാറി. ഡെപ്റ്റേഴ്സ് എഗെയിൻ ക്യാഷായി മാറാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോ മെറ്റീരിയൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ക്യാഷ് റോ മെറ്റീരിയൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? 2 മന്താണ്. ദെൻ വർക്കിംഗ് പ്രോഗ്രസ്സിൽ അത് എത്ര മാസമുണ്ട്? വർക്കിംഗ് പ്രോഗ്രസ്സിൽ അത് 1 മന്ത് വർക്കിംഗ് പ്രോഗ്രസ്സിലുണ്ട്. ഫിനിഷ്ഡിൽ എത്ര ഉണ്ട്? അത് ഫിനിഷ്ഡ് ആയിട്ട് നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് വിൽ സ്റ്റേ എത്രയാണ്? 3 മന്താണ്. ദെൻ ഡെപ്റ്റേഴ്സ് എത്രയാണ് നമുക്ക് ഡെപ്റ്റേഴ്സ് നമ്മൾ എത്രയാണ് അനുവദിച്ചു കൊടുക്കുന്നത്? 3 മന്ത്സാണ്. ദെൻ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ക്യാഷായിട്ട് മാറുന്നത്. ഓക്കെ. ദെൻ പിന്നെ നമ്മോട് പറഞ്ഞ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഈസ് 5 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 5 രൂപയാണ്. എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സ്റ്റേജസിലും എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും, അതായത് റോ മെറ്റീരിയൽ ബിസിനസ്സിൽ കെപ്റ്റ് ചെയ്യാൻ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും, റോ മെറ്റീരിയൽ ബിസിനസ്സിൽ കെപ്റ്റ് ചെയ്യാൻ എത്ര ക്യാഷ് വേണ്ടി വരും, ദെൻ അത് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ എത്ര നമുക്ക് പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും, അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി ബിസിനസ്സിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും, ദെൻ നമ്മൾ ഡെപ്റ്റേഴ്സിന് കൊടുത്താൽ ആ ഡെപ്റ്റേഴ്സ് ഉടനെ ക്യാഷ് തരൂല, അപ്പം അവർ ക്യാഷ് തരുന്നത് വരെ നമുക്ക് എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും. ഇതെല്ലാം നമ്മൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം ആദ്യം നാം ചെയ്യേണ്ടത് മെറ്റീരിയൽ ആവട്ടെ, ലേബർ ആവട്ടെ, ഓവർഹെഡ് ആവട്ടെ, ഇതാണല്ലോ കാര്യമായി വരുന്ന ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ. ഒന്ന് ആ സ്റ്റോക്കിൻ്റെ വാല്യൂ, അതായത് മെറ്റീരിയൽ വാല്യൂ ഉണ്ടാവാം. ദെൻ അതിൻ്റെ ലേബേഴ്സിന് കൊടുക്കുന്ന ആ മെറ്റീരിയൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ലേബേഴ്സിന് കൊടുക്കുന്നതുണ്ടാവാം. ദെൻ മറ്റു ഓവർഹെഡ് എക്സ്പെൻസുകൾ ഉണ്ടാവാം, അല്ലേ? ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നാം ചെയ്യേണ്ടത് ഇതാ, ഈ സ്റ്റേജിൽ സ്റ്റോക്ക് റോ മെറ്റീരിയൽ സ്റ്റോറിൽ എത്രയാണ് റോ മെറ്റീരിയൽ നമുക്ക് കെപ്റ്റ് ചെയ്യാൻ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. കറണ്ട് അസറ്റ് മുകളിൽ ഇത് ആദ്യം സ്റ്റോക്ക് ഇൻ റോ മെറ്റീരിയൽ. ഓക്കെ. സ്റ്റോക്ക് ഇൻ റോ മെറ്റീരിയൽ നമ്മൾ മന്തിലാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റ് നോക്കൂ. റോ മെറ്റീരിയൽ ആർ എക്സ്പെക്റ്റഡ് ടു ബി റിമൈൻ ഇൻ ദി സ്റ്റോർ ആൻ ആവറേജ് ഓഫ് 2 മന്ത്സ്. അതായത് 2 മാസം റോ മെറ്റീരിയൽ നമ്മുടെ സ്റ്റോറിൽ, നമ്മുടെ ക്രെഡിറ്റേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തോ നമ്മൾ വാങ്ങുന്ന ഈ റോ മെറ്റീരിയൽ 2 മാസം നമ്മുടെ സ്റ്റോറിൽ നമ്മൾ വെക്കണം. അതിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കാണണം. അപ്പോൾ അതിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് നമുക്ക് കാണുന്നത്? അപ്പോൾ നമ്മൾ അത് കാണുന്നതിന് മുമ്പ് 2 മാസത്തെ കണക്കാണ്, അല്ലേ? അപ്പോൾ 1 മാസം മെറ്റീരിയൽ നമ്മുടെ സ്റ്റോറിൽ വെക്കാൻ, 1 മാസം മെറ്റീരിയൽ കെപ്റ്റ് ചെയ്ത് വെക്കാൻ എത്രയാണ് കോസ്റ്റ് വരിക എന്നുള്ളത് നമ്മൾ കാണണം. മെറ്റീരിയൽ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ലേബറിന് ഒരു മാസത്തെ ലേബർ കോസ്റ്റ് എത്ര വരുമെന്നുള്ളതും ഓവർഹെഡ് കോസ്റ്റ് എത്ര വരുമെന്നുള്ളതും ആദ്യം തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. ദെൻ നമുക്ക് നമ്മൾ കാൽക്കുലേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ 1 മാസം കെപ്റ്റ് ചെയ്ത് വെക്കാൻ ബിസിനസ്സിന് എന്ത് ചിലവ് വരും എന്നുള്ളത്. ഓക്കെ. അതിനുശേഷം ലേബർ 1 മാസം ബിസിനസ്സിന് എന്ത് ചിലവ് വരും എന്നുള്ളത്, ലേബർ കോസ്റ്റ് 1 മാസം ബിസിനസ്സിന് എന്ത് വരും എന്നുള്ളത്. ദെൻ മൂന്നാമത്തത് മറ്റ് ഓവർഹെഡ് എക്സ്പെൻസുകൾ. ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയും കൂട്ടി നമ്മൾ പറയുന്നതാണല്ലേ. അപ്പോൾ മറ്റ് ഓവർഹെഡ് എക്സ്പെൻസുകൾ ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റ് ഓവർഹെഡ് എക്സ്പെൻസുകൾ പിന്നെ എത്ര വരും, 1 മാസത്തിന് എത്ര വരും എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നമുക്ക് ആദ്യം എന്താണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റിനെ പറ്റി പറഞ്ഞതെന്ന് നോക്കാം. മെറ്റീരിയലിൻ്റെ കോസ്റ്റിനെ പറ്റി പറഞ്ഞു നോക്കൂ. ദെൻ അവസാനം കാണാൻ പറ്റും നിങ്ങൾക്ക്. അവസാനം ഇതാണ് മെറ്റീരിയൽ കോസ്റ്റിനെ പറ്റിയിട്ടും, അതേപോലെ അതേപോലെ വേജ്, ലേബർ കോസ്റ്റിനെ പറ്റിയിട്ടും ഓവർഹെഡ് കോസ്റ്റിനെ പറ്റിയിട്ടും പറഞ്ഞിരിക്കുന്നത്. എന്താണ് നോക്കൂ. റോ മെറ്റീരിയൽ 60% എന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞത് ദ എക്സ്പെക്റ്റഡ് റേഷ്യോ ഓഫ് കോസ്റ്റ് ടു സെല്ലിംഗ് പ്രൈസ്, അതായത് മെറ്റീരിയലിൻ്റെ കോസ്റ്റും ലേബറിൻ്റെ കോസ്റ്റും ഓവർഹെഡിൻ്റെ കോസ്റ്റും
സെല്ലിംഗ് പ്രൈസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ 60%. ദെൻ വേജ്, ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ 10%. ദെൻ ഓവർ ഹെഡ് സെല്ലിംഗ് പ്രൈസിൻ്റെ 20%. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ദെൻ അപ്പോൾ നമുക്ക് ആദ്യം സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് കാണണം, എന്നിട്ട് സെല്ലിംഗ് പ്രൈസിൻ്റെ 60% എത്രയാണെന്നുള്ളത് കാണണം. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള എന്ത് കിട്ടും, മെറ്റീരിയൽ കോസ്റ്റ് കിട്ടും. അതിനുശേഷം അതൊരു മാസത്തേക്ക് ആക്കണം. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നോക്കൂ, ആദ്യം ഇവിടെ ചെയ്തിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. സെയിൽസിനെ പറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സെയിൽസിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ, കഴിഞ്ഞ വർഷത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 60,000 യൂണിറ്റ് ആണ്. അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്പനി ഉദ്ദേശിച്ചു. അപ്പോൾ ഈ വർഷവും എത്ര തന്നെയാണ്? 60,000 യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ 60,000 യൂണിറ്റ് ആണെങ്കിൽ നമ്മുടെ സെയിൽസ് വാല്യൂ എത്രയായിരിക്കും? ഓക്കെ, സെയിൽസ് വാല്യൂ എത്രയായിരിക്കും എന്നെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? നോക്കാം നമുക്ക്. അതിന് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടണം. തന്നിട്ടുണ്ട് പ്രോബ്ലത്തിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നുള്ളത്. ഇതാ അവിടെ 5 രൂപയാണ് എന്ത് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, 5 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് വാല്യൂ എത്രയായിരിക്കും? നോക്കൂ, 60,000. ഓക്കെ, ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 60,000 × 5 3 ലക്ഷം അല്ലേ? 3 ലാക്ക് ആയിരിക്കും സെയിൽസ് വാല്യൂ. ഈ 3 ലാക്കിൻ്റെ 60% മെറ്റീരിയലും, ദെൻ അതിൻ്റെ 10% ലേബറും, ദെൻ ബാക്കി 20% എന്താണ്, ഓവർ ഹെഡ്, മറ്റ് ഓവർ ഹെഡ് എക്സ്പെൻസുകളായിരിക്കും. ദെൻ ബാക്കി എന്തായിരിക്കും? അപ്പോൾ 60 + 30 90 ആയിരിക്കും. ബാക്കി 10% ഒക്കെ ഒരു പക്ഷേ എന്തിട്ടിട്ടുണ്ടാവും, അതിൽ പ്രോഫിറ്റ് ഇട്ടതോ മറ്റേതോ ആയിരിക്കും. ഒരു സെയിൽസ് വാല്യൂവിൽ എന്തുണ്ടാവും, കോസ്റ്റ് മാത്രമല്ല പ്രോഫിറ്റും കൂടി ഉണ്ടാവും, നിങ്ങൾക്കറിയാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാസത്തേക്കുള്ള എന്ത് കാണാം, ഒരു മാസത്തേക്കുള്ള റോ മെറ്റീരിയലിൻ്റെ ചാർജ് നമുക്ക് കാണാം. ഓക്കെ, എങ്ങനെ കാണാൻ നോക്കൂ. റോ മെറ്റീരിയൽ നമുക്കറിയാം എത്രയാണ് നമ്മുടെ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത്? 3 ലാക്കാണ്. 3 ലാക്കാണ് നമ്മുടെ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ എത്ര ശതമാനമാണ്? 60% എന്ത് പറയുന്നത്, നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ 3 ലാക്ക് × 60 / 100 അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആനുവൽ റോ മെറ്റീരിയൽ വാല്യൂ, ഒരു വർഷത്തെ റോ മെറ്റീരിയലിൻ്റെ വില എത്ര എന്നുള്ളത് കിട്ടും. അതിനുശേഷം ഒരു മാസത്തേക്കാക്കണം × 1/12 അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു മാസത്തേത് കിട്ടും. ഓക്കെ, അവരിവിടെ ഒരൊറ്റ ഇക്വേഷനിലാക്കി ചെയ്തതാണ് ഈ കാണുന്നത്. നമ്മൾ ഈ പറയുന്നത് ഒരൊറ്റ ഇക്വേഷനിലാക്കി ചെയ്തതാണ്. റോ മെറ്റീരിയൽ × 3 ലാക്ക് × 60 / 100 × 12 = എത്രയാണ്? = 15,000 കാണാം. ഒരു മാസത്തെ ലേബർ ചാർജും കാണാം. എങ്ങനെ കാണാം? 3 ലാക്കിൻ്റെ എത്രയാണ് ലേബറിൻ്റെ പെർസെൻറ്റേജ് നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നത്? 10% അല്ലേ? ക്വസ്റ്റ്യനിൽ 10% പറഞ്ഞത്. 10 / 100 × 1/12. ഓക്കെ, 1/12. അപ്പോൾ നിങ്ങൾക്ക് ലേബർ ചാർജ് ഒരു മാസത്തേക്ക് കിട്ടും. എത്രയാണ്? 2,500. അതേപോലെ തന്നെ നിങ്ങൾ എന്തും കാണുക, അതേപോലെ തന്നെ നിങ്ങൾ ഓവർ ഹെഡ് ചാർജും കാണുക. ഓക്കെ, 3 ലാക്ക് × 20% കണ്ടിട്ട് × 1/12 ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5,000 ഓവർ ഹെഡ് ചാർജ് 5,000. അപ്പോൾ നമ്മൾ കണ്ടു മെറ്റീരിയൽ ഒരു മാസത്തേക്ക് എത്ര, ലേബർ ഒരു മാസത്തേക്ക് എത്ര, ഓവർ ഹെഡ് ഒരു മാസത്തേക്ക് എത്ര നമ്മൾ കണ്ടു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ കെപ്റ്റ് ചെയ്യാൻ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്ര മാസമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നോക്കൂ, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ 7 കാണാം. മെറ്റീരിയൽ ആർ എക്സ്പെക്റ്റഡ് ടു റിമെയിൻ ഇൻ സ്റ്റോർ ആവറേജ് 2 മന്ത് ആണല്ലേ. അപ്പോൾ 2 മാസത്തേക്ക് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് നമ്മൾ കാണണം, 2 മാസത്തേക്ക്. അപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 2 മന്ത്. ഓക്കെ, 2 മന്ത് കാണുകയാണെങ്കിൽ നോക്കൂ, റോ മെറ്റീരിയലിൻ്റെ സമയത്ത് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങി സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കോസ്റ്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ? മെറ്റീരിയലിൻ്റെ കോസ്റ്റ് മാത്രമേ വരുള്ളൂ അല്ലേ. അത് പ്രൊഡക്റ്റാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് അവിടെ ലേബറിനെ പ്രവർത്തിപ്പിക്കേണ്ടി വരിക. നമ്മുടെ ആൾക്കാരെ നിർത്തി അവർക്ക് വേജ് കൊടുക്കേണ്ടി വരിക എപ്പോഴാണ്? അത് പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുമ്പോഴാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ, അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ
റോ മെറ്റീരിയൽ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുന്ന അത് വർക്കിംഗ് പ്രോഗ്രസ്സിലൂടെ ഫിനിഷ്ഡായി മാറുമെന്നും അത് ഡെപ്റ്റേഴ്സ് ആവുമെന്നും അത് വീണ്ടും ക്യാഷായി ഡെപ്റ്റേഴ്സിലൂടെ ക്യാഷായി മാറുമെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഈ റോ മെറ്റീരിയലിൻ്റെ സ്റ്റേജിൽ നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ നമുക്ക് വരുള്ളൂ. മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ വരുള്ളൂ. എന്താണ് അതിന് കാരണം? ഇവിടെ നമ്മൾ ലേബേഴ്സിനെ പ്രവർത്തിക്കുന്നില്ല. കാരണം നമ്മൾ നേരിട്ട് നമ്മൾ എന്താണ് റോ മെറ്റീരിയൽ വാങ്ങി വെക്കുന്നേ ഉള്ളൂ അല്ലേ. അവിടെ നമ്മൾ ലേബേഴ്സിനെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് മറ്റ് എക്സ്പെൻസുകളൊന്നും വരില്ല. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് കറണ്ട് അസറ്റിൽ ആദ്യം സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കാണാം. എത്ര മാസമാണ് നമ്മൾ വെക്കുന്നത്? 2 മാസമാണ്. 2 മാസത്തെ മെറ്റീരിയൽ കോസ്റ്റ്, അതായത് ഒരു മാസത്തിന് എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടെത്തി? എത്രയാണ്? 15,000 ആണ്. അപ്പോൾ 2 മാസത്തിന് എത്ര വരും? 15,000 × 2 30,000 വരും. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്? വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അല്ലേ. വർക്ക് ഇൻ പ്രോഗ്രസ് എത്ര മാസമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി പ്രോസസ് ഇൻ 1 മന്ത് ആണ്. ഒരു മാസമാണ്. അപ്പോൾ ഒരു മാസത്തെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ചാർജ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ കാണണം. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് അല്ലേ. അപ്പോൾ പണി കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് അതിന് വരുന്ന എല്ലാ കോസ്റ്റുകളും വരും ആണല്ലോ. പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് എല്ലാ കോസ്റ്റും വരില്ല. മീൻസ് എല്ലാ കോസ്റ്റും ഫുള്ള് വരില്ല, ഭാഗികമായിട്ടായിരിക്കും കോസ്റ്റ് വരുന്നത് അല്ലേ. ഇപ്പം നിങ്ങളൊരു പെണ്ണ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ആ പെണ്ണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ചിലവുകൾ ഇങ്ങനെ വരും അല്ലേ. പക്ഷെ അത് ഫുൾ ചിലവാകുന്ന എപ്പോഴാണ്? അത് ഫിനിഷ്ഡായി മാറുമ്പോൾ നമുക്കതിൻ്റെ ഫുൾ ചിലവ് വന്നിരിക്കും. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ്സിനുള്ള പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് എല്ലാ ചിലവുകളും ഭാഗികമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ മെറ്റീരിയൽ ഒഴിച്ച് അല്ലെ, മെറ്റീരിയൽ നേരിട്ട് നമ്മൾ അതിലേക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ടാവും. ലേബർ ഫുള്ളായിട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാവോ? ഇല്ല. കാരണം എന്താ? ലേബർ ഫുള്ളായി ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ലേബർ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. മറ്റ് എക്സ്പെൻസുകളെല്ലാം ഭാഗികമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് നോക്കൂ, വർക്ക് ഇൻ പ്രോഗ്രസ് എത്ര മാസമാണ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്? 1 മന്ത് ആണ്. ഓക്കെ, അപ്പോൾ 1 മന്ത് വർക്കിംഗ് പ്രോഗ്രസ്സിൽ നമുക്കറിയാം എന്ത് ചെയ്യാം? മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് ഫുള്ളി വരും അല്ലേ. മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്? ഒരു മാസത്തെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പോൾ ഒരു മാസം വർക്കിംഗ് പ്രോഗ്രസ്സിന് മെറ്റീരിയൽ കോസ്റ്റ് 15,000 വരും അല്ലേ. ഒരു മാസം വയ്ക്കും. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ് 2 മാസമാണെങ്കിൽ 15,000 × 2 അത് വരും അല്ലേ. വർക്കിംഗ് പ്രോഗ്രസ് 3 മാസമാണെങ്കിൽ 15,000 × 3. പക്ഷെ ഇവിടെ ഒരു മാസമേ ഉള്ളൂ, അതുകൊണ്ട് 15,000 × 1. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് എന്താണ്? 15,000 വരും. ഓക്കെ, രണ്ടാമത്തെ ലേബർ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റ് നമുക്ക് എത്രയാണ് വരുന്നത്? ലേബർ കോസ്റ്റ് ഒരു മാസത്തിന് എത്രയാണ്? 2,500 ആണ് അല്ലേ. ഒരു മാസത്തിന് 2,500 ആണ്. ദെൻ 2,500 × 1 അല്ലേ. എന്നുവെച്ചാൽ ഒരു മാസത്തേക്ക് 2,500 × 2 2 മാസത്തേക്ക്, 2,500 × 3 3 മാസത്തേക്ക്, ഇങ്ങനെയാണ് വരിക നമുക്ക്. പക്ഷെ ഇവിടെ ഒരു മാസം ഉള്ളതുകൊണ്ട്, ഒരു മാസമായതുകൊണ്ട് എത്രയാണ്? 2,500 × 1 ഇതാണ് നമുക്ക് വരുന്നത്. പക്ഷെ നോക്കൂ, ഇങ്ങനെ 2,500 × 1 എന്ന് നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതൊരു മാസം ആയതുകൊണ്ടാണ് 1, അല്ലെങ്കിൽ 2 എന്നോ 3 എന്നോ നമ്മൾ എഴുതും. ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസത്തേക്കുള്ള ലേബർ കോസ്റ്റ് മുഴുവനായി അല്ലേ. ശരിക്കും വർക്ക് ഇൻ പ്രോഗ്രസ്സിലുള്ള മെറ്റീരിയലിന് മുഴുവൻ ലേബർ കോസ്റ്റ് വരുമോ? ഇല്ല. നമുക്ക് എത്രയേ വരുള്ളൂ? അത് ഭാഗികമായിട്ടേ വരും. അപ്പം എത്രമാത്രമാണ് ലേബർ അവിടെ പ്രവർത്തിച്ചത് അത്രമാത്രമാണ് കോസ്റ്റ് വരുന്നത്. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ട് പറയും ചിലപ്പോൾ എന്താണ്? 70% ലേബർ കോസ്റ്റ് വന്നു എന്ന്. അങ്ങനെയെങ്കിൽ 2,500 × 1 × 70% കാണാം. അതിൻ്റെ 70% കാണാം. അത്രേ അവിടെ വന്നിട്ടുണ്ടാവുള്ളൂ അല്ലേ. 80 ആണെങ്കിൽ നിങ്ങൾ എത്രയാണ്? നിങ്ങൾ 80 കാണുക. 80 ആണെങ്കിൽ നിങ്ങൾ 80% കാണുക. അല്ലെങ്കിൽ എത്രയാണോ അതിൽ ക്വസ്റ്റ്യനിൽ പറയുന്ന പെർസെൻറ്റേജ് അത് നിങ്ങൾ കാണുക. ഓക്കെ, ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എത്ര പെർസെൻറ്റേജ് ആണ് വർക്ക് കംപ്ലീറ്റഡ് ആയതെന്നുള്ളത്. ഇത്തരം കേസുകളിൽ നിങ്ങൾ 50% വർക്ക് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവും എന്നുള്ള അസംഷനിൽ എടുക്കുക. ഓക്കെ, അടിയിൽ പ്രോബ്ലത്തിൻ്റെ അടിയിൽ നോട്ട് കൊടുക്കുക. അസ്യൂമിങ് ദാറ്റ് 15% ഓഫ് വർക്ക് ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളത് രീതിയിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെറ്റീരിയൽ ചാർജ് നിങ്ങൾക്ക് ഫുൾ തന്നെ വരും. കാരണം മെറ്റീരിയൽ ചാർജിന് എന്താണ് നമ്മുടെ സപ്ലയർക്ക് കൊടുത്തതാണ്, അത് ഫുൾ ചാർജ് തന്നെ വരും.
അത് പെർ മന്തിൽ 15,000 ആണ്, 15,000 തന്നെ വരും. ദെൻ ലേബർ ചാർജിൻ്റെ കാര്യത്തിലാണ് നമുക്ക് പെർ മന്ത് 2,500 ആണ്. ആ പ്രൊഡക്റ്റ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് മുഴുവൻ പണിയും കഴിഞ്ഞാൽ ഒരു മാസം 2,500 രൂപ, 2,500 നമുക്ക് എന്ത് വരും, ലേബർ ചാർജ് വരും. പക്ഷെ അത് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 50% പൂർത്തിയായി എന്ന അസംഷനിൽ 2,500ന്റെ 15% എടുക്കുകയാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര വരും, 1,250 വരും. ഓക്കെ, അതുപോലെയാണ് ഓവർഹെഡും. ഓവർഹെഡ് നമുക്ക് വന്നിരിക്കുന്നത് എത്രയാണ്, പെർ മന്ത് നമുക്ക് 5,000 ആണ് വന്നിരിക്കുന്നത്. അതിന്റെ 15% നമ്മൾ എടുക്കുമ്പോൾ 2,500. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 18,750 കിട്ടും. അത് സെക്കൻഡ് കോളത്തിലേക്ക് എഴുതുക. ഓക്കെ, ദെൻ രണ്ടാമത്തത് നമ്മൾ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഓക്കെ, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഫിനിഷ് ആയി കഴിഞ്ഞ പ്രൊഡക്റ്റിന് എല്ലാം അതിൻ്റെ കോസ്റ്റ് ഫുള്ളി വരും അല്ലേ, എല്ലാം അതിൻ്റെ കോസ്റ്റ് ഫുള്ളി വരും. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് എത്ര വരും, മെറ്റീരിയൽ കോസ്റ്റ് 3 മാസമാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫിനിഷ്ഡ് സ്റ്റോക്ക് വെയർ ഹൗസിൽ നിൽക്കുന്നത് 3 മാസമാണെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 3 മാസത്തെ മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് ഓരോന്നും കാണാം. മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് വരുന്നത് എത്രയാണ്, 15,000 × 3. 3 മാസത്തെ മെറ്റീരിയൽ ചാർജ് നമുക്ക് 4,500 രൂപ വരും. അതുപോലെ ലേബർ ചാർജ് 2,500 × 3 7,500 കിട്ടും. അതിന് ഓവർഹെഡ് 5,000 × 3 15,000. ഓക്കെ, ഇത് ഫുള്ളി വരും. കാരണം ഇതെന്താണ്, ഫിനിഷ് ആയ പ്രൊഡക്റ്റ് ആണ്. അതിന് ലേബർ ചാർജ് എത്രയാണോ ഒരു മാസത്തേക്കുള്ളത് അത് തന്നെ വരും അല്ലേ. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മുടെ വെയർ ഹൗസിൽ നിൽക്കുന്നത് 3 മാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ എത്ര കിട്ടും, 45,000 then 7,500 plus 15,000 is equal to 67,500. ഓക്കെ, അത് നമ്മൾ സെക്കൻഡ് കോളത്തിലേക്ക് എടുത്തെഴുതും. അടുത്ത നമുക്ക് ഡെപ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഡെപ്റ്റേഴ്സ് നമുക്കറിയാം 3 മാസമാണ് നമ്മൾ ഡെപ്റ്റേഴ്സിന് അനുവദിച്ചു കൊടുക്കുന്നത് അല്ലേ. ഡെപ്റ്റേഴ്സിന് 3 മാസം അനുവദിച്ചു കൊടുക്കുമ്പോൾ ആ സമയത്തേക്കുള്ള എന്താണ്, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ തന്നെ കാണേണ്ടി വരും അല്ലേ. അപ്പോൾ ഡെപ്റ്റേഴ്സിന് അനുവദിച്ചു കൊടുക്കുന്ന ആ സ്റ്റോക്കിൽ നമുക്ക് എന്തൊക്കെ ചാർജ് വന്നിട്ടുണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയൽ ചാർജും ലേബർ ചാർജും ഓവർഹെഡ് ചാർജൊക്കെ വന്നിട്ടുണ്ടാവും. കാരണം ഫിനിഷ് ആയ പ്രൊഡക്റ്റ് ആണല്ലോ നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ ചാർജ് നമുക്ക് എത്ര വന്നിട്ടുണ്ടാവും, 15,000 × 3 അല്ലേ. മെറ്റീരിയൽ ചാർജ് 45,000 വന്നിട്ടുണ്ടാവും. നേരത്തെ അതേപോലെ തന്നെ, കാരണം നമ്മൾ 3 മാസം അനുവദിച്ചു കൊടുക്കുമ്പോൾ 3 മാസത്തെ മെറ്റീരിയൽ ചാർജ് നമുക്ക് വരും 15,000 × 3. ദെൻ അതിൽ പ്രവർത്തിച്ച ലേബേഴ്സിന്റെ ചാർജ് വരും 2,500 × 3 7,500. ദെൻ ഓവർഹെഡും നേരത്തെ അതേപോലെ തന്നെ കാണാം. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ അതേ സിമിലറിൽ തന്നെ നമുക്ക് ഡെപ്റ്റേഴ്സ് കാണാം. ഓവർഹെഡും 3 മാസം 5,000 × 3 15,000. അപ്പോൾ 45,000 plus 7,500 plus 15,000 is equal to 67,500 ആയിരിക്കും നമുക്ക് ഡെപ്റ്റേഴ്സിൽ വേണ്ടി വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഇത്രയും വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് 1,83,750 1,83,750 നമുക്ക് എന്ത് വരും, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ വരും. പക്ഷേ നമ്മുടെ നമ്മുടെ ക്രെഡിറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 2 മാസത്തെ സമയം തരുന്നുണ്ട്. അവർക്ക് ഫണ്ട് കൊടുക്കണമെങ്കിൽ 2 മാസത്തെ സമയം അവർ നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. സോ ആ മാസത്തേക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, ആ മാസത്തേക്ക് അവർ തരുന്ന ആനുകൂല്യത്തിനുള്ള നമ്മൾ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കാണേണ്ട ആവശ്യമില്ല അല്ലേ. അവർക്ക് ക്യാഷ് കൊടുക്കണ്ട. പക്ഷെ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്ത് മാത്രമാണ്, മെറ്റീരിയൽ ചാർജ് മാത്രമാണ് കൊടുക്കുന്നത് അല്ലേ. അവർ നമുക്ക് തരുന്ന മെറ്റീരിയൽ ചാർജിനുള്ള ഡിലേ ആണ് അവർ തരുന്നുള്ളൂ. അപ്പം മെറ്റീരിയൽ ചാർജ് നമുക്ക് ഒരു മാസത്തേക്ക് എത്രയാണ് വരുന്നത്, 15,000 ആണ് വരുന്നത്. അപ്പോൾ 15,000 × 2. ഓക്കെ, ക്രെഡിറ്റേഴ്സ് അത് നമ്മൾ എന്ത് ചെയ്യാം, കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യുക. കറണ്ട് ലയബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് ലെസ് ചെയ്യുമ്പോൾ 15,000 × 2 13,000. 13,000 നമ്മളതിന്ന് 1,83,750 നിന്ന് 30,000 കുറയ്ക്കുമ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് നമുക്ക് എത്ര കിട്ടും, നമുക്ക് ആവശ്യമായ വർക്കിംഗ് ക്യാപിറ്റൽ 1,53,750 1,53,750 ആണ് നമുക്ക് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,53,750. നമുക്ക് ഇതിൽ ഇനി എന്ത് ചോദിച്ചിട്ടുണ്ട്, അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ കമ്പനിക്ക് എത്ര ആവശ്യമായിട്ട് വരും എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ക്വസ്റ്റ്യനിലേക്ക് നോക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യനിൽ നോക്കൂ. ക്വസ്റ്റ്യനിൽ
നമ്മോട് പറഞ്ഞിട്ടുണ്ട് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തതിന് കമ്പനിക്ക് ഒരു 2 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തതിന് 50,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് മൊത്തം കമ്പനിയുടെ കയ്യിലുള്ള ഫണ്ട് എന്ന് പറഞ്ഞാൽ 2,50,000 ആയിരുന്നു. അതിൽ നിന്ന് 1,25,000 രൂപ കമ്പനി എന്ത് വാങ്ങാൻ ചിലവഴിച്ചിട്ടുണ്ട്? ഫിക്സ്ഡ് അസറ്റ് വാങ്ങാൻ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കൂ, 2,50,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 1,25,000 കമ്പനി ഫിക്സ്ഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി ചിലവഴിച്ചു. ഇനി കമ്പനിക്ക് 1,25,000 ആയിരിക്കും കമ്പനിയുടെ കയ്യിലുണ്ടാവുക. ഓക്കെ, ദെൻ പക്ഷേ കമ്പനിക്ക് ഇപ്പോൾ എത്രയാണ് ഫണ്ട് ആവശ്യമുള്ളത്? നമ്മോട് പറഞ്ഞു എന്താണ്, എത്രയാണ് ഫണ്ട് ആവശ്യമുള്ളത്? 1,53,750 ആണ് അല്ലേ, നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കമ്പനിക്ക് ഇപ്പോൾ ഫണ്ട് ആവശ്യമുള്ളത് 1,53,750 ആണ്. നമ്മുടെ കയ്യിൽ നേരത്തെ ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ്? 1,25,000 രൂപയെ നമ്മുടെ കയ്യിൽ ഉള്ളൂ അല്ലേ, ഫിക്സ്ഡ് അസറ്റ് വാങ്ങിയതിന് ശേഷം. അപ്പോൾ കമ്പനിക്ക് അഡീഷണൽ ഫണ്ട് എത്ര വേണം? 28,750 രൂപ കമ്പനിക്ക് എന്ത് വേണ്ടി വരും? അഡീഷണൽ ഫണ്ട് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ യുവർ വാച്ചിങ്.